മൂവി മാനിയ റീക്യാപ്സ് എന്ന നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരൊന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഇതേ മുകളിൽ കൊടുത്തേക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജിന്നിയും ഈമിങ്ങും അവരുടെ റിലേഷൻ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതിന്റെ ഇടയിൽ ചെങ്ങാകട്ടെ ഫാങ്ങിന്റെ മകനെ ക്ലാസ് കഴിഞ്ഞ് പിക്ക് ചെയ്ത് വരുമ്പോൾ അകത്ത് അച്ഛനുണ്ട്, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, അവരുടെ ആർഗ്യുമെന്റ് എനിക്ക് കേൾക്കണ്ട, അച്ഛൻ പോകുന്നത് വരെ കാറിൽ തന്നെ വെയിറ്റ് ചെയ്യാന്ന് ചെങ്ങിനോട് ഫാങ്ങിന്റെ മകൻ പറയുന്നുണ്ട്. അതെ, പറഞ്ഞ കണക്ക് തന്നെ ചെങ്ങിനോട് ഇപ്പൊ ഡിവോഴ്സ് കേസ് നടക്കുന്ന അവരുടെ ഹസ്ബൻഡ് ഭയങ്കരമായി അതിന്റെ പേരിൽ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേസ് റദ്ദാക്കണമെന്നും താനുമായി വീണ്ടും ഒന്നിക്കണമെന്നൊക്കെ പറഞ്ഞ് അയാൾ സംസാരിക്കുമ്പോൾ അത് ഒരിക്കലും സാധ്യമല്ലാന്ന് ഫാങ് പറയുന്ന ടീം നിന്റെ കൂട്ടുകാരിയായ ഏമിങ് എന്നെ പറ്റി ബ്രെയിൻ വാഷ് ചെയ്ത് തരുന്നുണ്ടാവും അല്ലേ എന്നൊക്കെ ഹസ്ബൻഡ് ദേഷ്യപ്പെടുമ്പോ വെറുതെ അവളെ പിടിച്ചിട്ടുണ്ട. നിങ്ങളുടെ ഗാർഹിക പീഡനം സഹിക്കാൻ വയ്യാതെയാ ഞാൻ കേസിന് പോയത്, എന്നിട്ട് എന്തിനാ വെറുതെ ബാക്കിയുള്ളവരുടെ നേർക്ക് ഈ കുറ്റം എടുത്തിടുന്നതെന്നെല്ലാം ഫാങ് ചോദിക്കുമ്പോ ഞാൻ അന്നെന്തൊക്കെയോ ചെയ്തെന്ന് പറഞ്ഞ് ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ ഒരുപാട് മാറിയെന്ന് അയാൾ വാക്കുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും അടുത്ത സെക്കൻഡ് തന്നെ ഭയങ്കര ദേഷ്യത്തിൽ അവളെ വോൺ ചെയ്യുന്നുണ്ട്. എങ്ങാനും ഡിവോഴ്സ് നിനക്ക് നീ ആഗ്രഹിക്കുന്ന കണക്ക് കിട്ടിയ കൊച്ചിന്റെ കസ്റ്റഡി നിനക്ക് കിട്ടുമെന്ന് നീ വിചാരിക്കേണ്ട, അത് എങ്ങനെയും ഞാൻ നേടിയെടുക്കുമെന്ന്. അത് പറയുക മാത്രമല്ല അവളെ അടിക്കാനോ ഉപദ്രവിക്കാനോ അയാൾ തുടങ്ങുമ്പോഴേക്കും അകത്ത് സംഭവം വേറെ ലെവലിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന ചെങ്ങ് ഇടപെടാനായി എത്തുന്നുണ്ട്. തുടർന്ന് ഇവർക്കിടയിലെ പ്രശ്നമാണെന്ന് കാണുമ്പോൾ കുഞ്ഞകത്തേക്ക് വരുന്നു. നിർത്തച്ചാന്ന് കുഞ്ഞു പറഞ്ഞ പാടെ അടങ്ങുന്ന അയാൾ അത്രയും നേരത്തെ രീതിക്കല്ല കൊച്ചിന്റെ മുന്നിൽ, കൊച്ചിന്റെ കസ്റ്റഡി ഒക്കെ കിട്ടണമെങ്കിൽ കൊച്ചിന്റെ അടുത്ത് കുറച്ച് ഡീസന്റ് അച്ഛനായിട്ടൊക്കെ നിൽക്കണ്ടേ. അതുകൊണ്ട് ആ രീതിക്ക് അയാൾ നന്നായി അഭിനയിക്കുന്നുണ്ടായിരുന്നു. കൊച്ചാകട്ടെ അച്ഛൻ ഇപ്പൊ ഇവിടെ നിന്ന് പോകും, എന്നെ കാണണമെങ്കിൽ എന്റെ സ്മാർട്ട് വാച്ചിൽ വിളിച്ചാൽ മതി, നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് പറഞ്ഞു വിടുകയാണ്. മോൻ പേടിക്കേണ്ട, കുഴപ്പമൊന്നും ഇല്ലാന്നില്ല ഫാങ് പറയാൻ നോക്കുമ്പോ എനിക്കെന്താ പേടി, നിങ്ങൾ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളല്ലേ, ഇതൊക്കെ ഞാൻ എത്രയോ വട്ടം കണ്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞ് കുഞ്ഞകത്തേക്ക് കയറി പോന്നു. ആ വാക്കുകൾ അവന്റെ ഉള്ളിലുള്ള ആ ഒരു മുറിവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഫാങ്ങിനെ സത്യത്തിൽ സങ്കടപ്പെടുത്തുന്നുണ്ട്. അവളുടെ കുഞ്ഞല്ല, അപ്പൊ അത് ഡിസേർവ് ചെയ്യുന്ന ഒരു ബാല്യമല്ല തനിക്ക് ആ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്നതെന്ന് ഭയങ്കര സങ്കടാവുന്ന ഫാങ് അന്ന് ഭയങ്കരമായി ഡ്രിങ്ക്സ് അടിച്ചിരുന്ന് കുഞ്ഞ് ഉറങ്ങി കഴിയുമ്പോൾ ചെങ്ങിനോട് പുലമ്പാണ്. ഞാൻ പണ്ട് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ പാടില്ലായിരുന്നു, അതിനുശേഷമാണ് എന്റെ ലൈഫ് ഏറ്റവും തെറ്റായ രീതിക്ക് പോയത്, അതിനുശേഷമാണ് ഞാൻ ഏറ്റവും തെറ്റായ ചോയ്സ് എന്റെ ലൈഫിൽ എടുത്തത്, അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന ചെങ്ങിന്റെ നെഞ്ചത്താണ് ആ വാക്കുകൾ തറച്ചത്. കാരണം അവന് വേണ്ടി ഒരു കാര്യത്തിൽ ഇടപെട്ടാണല്ലോ അവൾക്ക് പഠനം നിർത്തേണ്ടി വന്നത്, ഒരു തല്ലുകൊള്ളി പെണ്ണെന്ന രീതിക്ക് അന്ന് അവൾക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. പക്ഷെ അത് ഇപ്പോഴാണ് മനസ്സിലായതെങ്കിലും ആ ഒരു തിരിച്ചറിവ് അവനെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട്. അവൻ പക്ഷെ അതിനെപ്പറ്റി അവളോട് അപ്പോൾ പറയാനായിട്ട് ഒരു സാഹചര്യം കിട്ടുന്നില്ല. എന്തായാലും അവളാകെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിരുന്നല്ലോ മുന്നേ ഹസ്ബൻഡുമായി നടന്ന പ്രശ്നവും അത് കണ്ട് കുഞ്ഞ് ആകെ സങ്കടപ്പെട്ടതും കുഞ്ഞ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ ഫിറ്റ് ആയിട്ടുണ്ടായിരുന്ന അവളെ അവൻ പതിയെടുത്ത് സോഫയിലേക്ക് കിടത്തുന്ന ടീം വളരെ സ്നേഹത്തില് ഭയങ്കര കടപ്പാടോടുകൂടി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിന്റെ ശബ്ദം അപ്പൊ കേൾക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ അതൊന്ന് മാറുന്നത് തന്നെ. അവന്റെ ആ നിൽപ്പും നോട്ടമൊക്കെ കണ്ട കുഞ്ഞ് എന്റെ അമ്മയെ ഇഷ്ടമാണോ എന്ന് ചെങ്ങിനോട് ചോദിക്കുമ്പോൾ ഇഷ്ടമാണെന്ന് തുറന്ന് പറയാതെ ചെങ്ങ് എന്തായാലും എനിക്ക് ഇഷ്ടമില്ലാഴികയൊന്നും ഇല്ല എന്ന് പറയുന്ന ടീം എന്റെ പേരൻസ് ഇതുവരെ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല, എനിക്ക് അതിന്റെ ഇടയിൽ പുതിയൊരു അച്ഛനെ ഒന്നും താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. കൊച്ച് പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള ഒരു കുട്ടിയാണ്, കാരണം ഒരുപാട് കാര്യങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ച് ജീവിക്കുന്നതല്ലേ. എന്തായാലും കൊച്ചിന്റെ വായിന്ന് പെട്ടെന്ന് ആ ഒരു വർത്തമാനം ചെങ്ങിനെ ആകെ വളരെ ഓക്വേർഡ് ആയ ഒരു ഫീലിംഗിലാക്കുന്നുണ്ട്. അവൻ വേഗം അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മായിയാണ്, അതായത് ജിന്നുവിന്റെ കസിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണില്ലേ, ആ പെൺകുട്ടിയുടെ പേരാണ് മായി. ആക്ച്വലി ജസ്റ്റ് ഒരു കസിൻ അല്ല മായി, അതെന്താണെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ ഇവിടെ ഇപ്പൊ ഒരു കാര്യം നടക്കുന്നുണ്ട്. എന്തായാലും മായി ഇപ്പോ ഒരാളെ കാണാനായി പോയിരിക്കുന്നു. അവൾക്ക് വലിയൊരു സിംഗർ ആകണം എന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി ഒരു ഏജൻസിയിൽ കയറി പറ്റാനേ അവൾ ശ്രമിക്കുകയാണ്. അതിനായി അയാളാകട്ടെ വലിയൊരു തുക അവളോട് ആവശ്യപ്പെടുമ്പോൾ എങ്ങനെയെങ്കിലും ആ തുക ഒപ്പിച്ചു കൊടുക്കണമെന്ന് അവൾ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ തന്നെ എവിടേക്കാണ് പോകേണ്ടത് അവിടെ ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ അവളെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ്. നേരെ ഹോസ്പിറ്റലിന് അവിടെ അവളെ ഡ്രോപ്പ് ചെയ്യുന്നു, കാരണം മുത്തശ്ശിയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ആ ഒരു ടീം അവിടേക്ക് തന്നെ ജിന്നുവും ഏമിങ്ങും എത്തുന്നുണ്ടായിരുന്നു. ഈ ടീം തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ മായുടെ ചേട്ടനാണ് ഇതെന്ന് മനസ്സിലാക്കുന്ന അയാൾ അവരോട് സംസാരിക്കുകയും ഏമിങ്ങിന്റെ കയ്യിൽ അയാളുടെ വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അകത്ത് എന്നിവർ മുത്തശ്ശിയുടെ അടുത്തേക്ക് കൈകൾ കോർത്ത് പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ മുത്തശ്ശിക്ക് ഇവർ ഒന്നിച്ചു എന്നത് മനസ്സിലാവുന്നു. മുത്തശ്ശി ഒരുപാട് ഹാപ്പി ആവുന്നു. മുത്തശ്ശി എത്രയും പെട്ടെന്ന് പേരക്കുട്ടിയുടെ കുട്ടിയെ കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഇവർക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശി ഞങ്ങൾ ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, അപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്ന്. മുത്തശ്ശി ആകട്ടെ ഇവർക്ക് ഒരു സമ്മാനമായിട്ട് മുത്തശ്ശിയുടെ ഒരു സേവിങ്സ് ഉണ്ട്, അത് എടുക്കാന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നൊക്കെ അടുത്ത് നിന്ന് മായി കേൾക്കുന്നുണ്ടായിരുന്നു. എന്തായാലും മായി അവിടെ നിന്ന് ഇച്ചിരി അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. അധികം വൈകാതെ തന്നെ ജിന്നുവും ഏമിങ്ങും പിറകെ പോകുന്നുണ്ട്. മായാകട്ടെ നേരെ വീട്ടിലെത്തി മുത്തശ്ശി പറഞ്ഞ് ആ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാനായിട്ടുള്ള രേഖകള് മുത്തശ്ശിയുടെ മുറിയിൽ നിന്ന് എടുക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ജിന്നു അകത്തേക്ക് കയറി വരുന്നത്. അവൻ എന്താ നീ ചെയ്യുന്നത്, മുത്തശ്ശിയുടെ കാശ് എന്തിനാ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇച്ചിരി ആവശ്യമുണ്ട് അതുകൊണ്ടാണെന്നെല്ലാം പറയുമ്പോൾ അത് ശരിയല്ല, മുത്തശ്ശി നിനക്ക് ഈ കാശ് തരാന്ന് പറഞ്ഞില്ലല്ലോ, മുത്തശ്ശി ആ കാശ് അവിടെ വെച്ചേക്കുന്നെങ്കിൽ അത് അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് ഇനി അത് എടുക്കാൻ അഭാവമെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ അവളായിട്ട് ഓ നിനക്കിപ്പോ വലിയ ഗേൾ ഫ്രണ്ട് ഒക്കെ അതിന്റെ അഹങ്കാരമാ, നീ എന്റെ മുത്തശ്ശിയുടെ സ്വന്തം പേരക്കുട്ടിയല്ല, അത് ഓർത്ത് വെച്ചോന്ന് പറഞ്ഞ് അതെടുത്ത് എറിഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പുറത്ത്
നിന്നിരുന്ന എയിമിങ് ഇവളിങ്ങനെ ഭയങ്കര കലിപ്പിൽ പോകുന്ന കണ്ട് കാര്യം മനസ്സിലാവാതെ ജിന്നുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവനാകെ ടെൻഷനിലിരിക്കാണ്. ഈ ടെൻഷൻ അടിക്കുമ്പോൾ അതൊന്ന് മാറി കിട്ടാൻ ഈ പസിൽ സോൾവ് ചെയ്യുന്ന ഒരു ശീലം അവനുണ്ട്. ഒരു വലിയ പസിൽ എടുത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് പറ്റി, എന്താ പ്രശ്നം എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും പറയുന്നില്ല. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാന്ന് അവൾ വിളിക്കുമ്പോൾ ഞാനില്ലാന്ന് പറഞ്ഞ് അവൻ ആ പസിലിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എങ്കിലും ഇരുന്നങ്ങ് സോൾവ് ചെയ്യുന്ന പറഞ്ഞ് ദേഷ്യത്തിൽ അവൾ പോകുന്നുണ്ട്. അവൻ പസിൽ സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു പീസ് മാത്രം മിസ്സാണ്. ആ പീസ് ആരാണ് കൊണ്ടുപോയതെന്ന് അവൻ അറിയാം. വേറെ ആരാ? എയിമിങ് തന്നെ. വേഗം തന്നെ അവളുടെ പുറകിൽ അവൻ ചെല്ലുന്നുണ്ട്. പീസ് ചോദിക്കുമ്പോൾ എന്നെ നീ സങ്കടപ്പെടുത്തി, കിസ് തന്നാലേ അതുകൊണ്ട് പീസ് തരൂന്ന് അവൾ പറയുന്ന ടീം അവൻ ജസ്റ്റ് ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. ഈ റോബോട്ട് കണക്കത്തെ കിസ് ആർക്ക് വേണമെന്നും പറഞ്ഞ് അവൾ ജാടയിടുമ്പോൾ അവൻ കിസ് ചെയ്യാനെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവൾ അതിന് സമ്മതിക്കാതെ വേഗം ആ ഒരു പീസ് കൊടുക്കുന്നു. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാന്ന് അവൻ വിളിക്കും. അങ്ങനെ പിണക്കം മറന്ന് കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ടീം എന്താ പറ്റിയതെന്നെല്ലാം അവൾ ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങൾ പറയുന്ന അവൻ ആക്ച്വലി താൻ മുത്തശ്ശിയുടെ യഥാർത്ഥ പേരക്കുട്ടിയല്ല എന്നത് അവളോട് പറയുന്നുണ്ട്. അപ്പോൾ മാത്രമാണ് അവൾ അത് അറിയുന്നത്. സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ജിന്നുവിന്റെ അച്ഛൻ മരണപ്പെട്ട ശേഷം അമ്മ കല്യാണം കഴിച്ച ആളാണ് ഈ മുത്തശ്ശിയുടെ മകൻ. ഈ മുത്തശ്ശിയുടെ മകന് ആദ്യ ബന്ധത്തിൽ ഉണ്ടായ മകളാണ് ജിന്നുവിന്റെ ഇപ്പൊ അനീതി എന്ന് പറഞ്ഞ മായി. സ്റ്റെപ്പ് സിസ്റ്റർ ആണ് യഥാർത്ഥത്തിൽ. ഈ മുത്തശ്ശിയുടെ യഥാർത്ഥ പേരക്കുട്ടിയാണ്. അന്ന് ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടില്ല ഒരു ചെറിയ പയ്യനെ, ജിന്നുവിന്റെ അമ്മയുടെ കൂടെയുള്ള. ജിന്നുവിന്റെ അമ്മയ്ക്കും മുത്തശ്ശിയുടെ മകനും ഉണ്ടായ കുട്ടി ആ പയ്യനാണ്. ആ പയ്യന് ബോൺ മാരോ ഡോണർ ആയിട്ടാണ് താൻ അന്ന് പോയതെന്ന് സർജറി കഴിഞ്ഞ ശേഷം ജിന്നുവിന് മനസ്സിലായിരുന്നു. അവന് പക്ഷെ അതിൽ സങ്കടമൊന്നുമില്ല. ഇനി അത് പറഞ്ഞാൽ ഇവൻ സമ്മതിക്കില്ല എന്ന് കരുതിയാകാം അമ്മ കുറെ അഭിനയിച്ചൊക്കെ കാണിച്ചത്. എന്തായാലും അവൻ അതിലും സന്തോഷമുള്ളൂ. അവനൊരു ദുഷ്ട മനസ്സിന്റെ ഉടമയല്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ അവൻ പറയുമ്പോൾ പക്ഷെ മുത്തശ്ശി നിന്നെ സ്വന്തം പേരക്കുട്ടിയായിട്ട് തന്നെയാണ് കാണുന്നത്, മുത്തശ്ശിക്ക് നിന്നോട് എത്ര സ്നേഹമാണ് എന്ന് പറയുമ്പോൾ എന്റെ അമ്മയ്ക്ക് എന്നോട് തീരെ താല്പര്യമില്ല, അമ്മ എന്നെ വളരെയേറെ വെറുക്കുന്നു എന്നറിയാവുന്ന മുത്തശ്ശി എന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു. മുത്തശ്ശി നീ പറഞ്ഞ കണക്ക് തന്നെ എന്നെ സ്വന്തം മുത്തശ്ശിയായിട്ട് തന്നെയാണ് നോക്കിയിട്ടുള്ളത്, എന്നോട് ഏറ്റവും അധികം സ്നേഹവും മുത്തശ്ശിക്കുണ്ടെന്നെല്ലാം അവനും പറയുന്നു. മായുമായിട്ടുള്ള ജിന്നുവിന്റെ ആ ഒരു ബോണ്ടിങ്ങിനെ പറ്റി തിരക്കുമ്പോൾ മായി ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളുടെ സ്വന്തം ബ്രദർ അല്ല എന്ന രീതിക്ക് കുത്തിക്കൊണ്ടുവരും. കൂടുതലും എന്നോട് ചെറിയ കലിപ്പൊക്കെ വരുമ്പോഴാണ്. എന്നിരുന്നാലും ഭയങ്കര കൂട്ടാണ് ഇടയ്ക്കിടയ്ക്ക്. ഈ അടുത്ത് തന്നെ അവൾ എന്നെയും കൊണ്ട് വളരെയേറെ നിർബന്ധിച്ച് ഒരു ഹോണ്ടഡ് ഹൗസിലെത്തി. അവളുടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ വരുന്നു, അവക്കും പോകണം, കൂടെ ഞാനും ചെല്ലണം എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞാൻ പുറത്ത് നിൽക്കായിരുന്നു. അകത്ത് കയറി അവളെ ഫ്രണ്ട്സ് മിസ്ബിഹേവ് ചെയ്യാൻ നോക്കിയപ്പോൾ അവൾ അതിനെതിരെ പ്രതികരിക്കുകയും അവളെ അതിൽ അവർ ലോക്ക് ഇടുകയും ചെയ്തു. അങ്ങോട്ടേക്ക് എത്തിയ ജിന്നുവാണ് അവന്മാരെ അടിച്ചോടിച്ച് അവളെ ഹെൽപ്പ് ചെയ്തത്. ഈ കാര്യങ്ങളൊക്കെ ജിന്നു പറയുമ്പോൾ ഭയങ്കര ആരാധന കണക്ക് എയിമിങ് അതൊക്കെ കേട്ടിരിക്കുകയാണ്. അവനെ കൂടുതൽ അറിയുന്നോറും അവൾക്ക് അവനോടുള്ള ഇഷ്ടം കൂടി വരുന്നു. അപ്പോഴേക്കും ചെങ്ങാകട്ടെ ഫാങ്ങിന്റെ ഷോപ്പിന്റെ അവിടേക്ക് എത്തുന്നുണ്ട്. അവൾക്ക് ഇന്നലത്തെ സംഭവങ്ങളൊന്നും ഓർമ്മയില്ലാന്ന് അറിയാവുന്നവൻ ഒരു പ്രിക്കോഷൻ എന്ന രീതിക്ക് അവളോട് ഒത്തിരി ഡ്രിങ്ക്സ് അടിക്കരുത്, ഇന്നലെ ഡ്രിങ്ക്സ് അടിച്ച് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അയ്യോ ഡ്രിങ്ക്സ് അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഒരു ഓർമ്മയില്ലായിരുന്നു എന്നും പറഞ്ഞ് ഫാങ് ആകെ വെപ്രാളം പിടിക്കുമ്പോൾ അത് പിന്നെയെന്ന് പറഞ്ഞ് അവൻ പറയാനേ വരുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് ഉടനെ എത്തുന്ന ഫാങ്ങിന്റെ മകൻ ഇനി തനിക്ക് ഫാങ്ങിനോടുള്ള ഇഷ്ടം മനസ്സിലായതുകൊണ്ട് തന്നെ അതിവിടെ പറയുമോന്ന് പേടിച്ച് വേഗം ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമാണ് ഓർക്കുന്നതെന്ന് മകൻ ഉറക്കെ ചോദിക്കുന്നത് കേൾക്കുന്ന ഫാങ് എന്ത് നീ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ചെങ്ങാട്ട അവൻ എന്നെ ബോക്സിംഗ് പഠിപ്പിക്കാവോ എന്ന് ചോദിച്ചു. അത് ഞാൻ ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ഒരുങ്ങുമ്പോൾ ആ കൊച്ചു പുറകെ ചെല്ലുന്നുണ്ട്. ചെങ്ങാട്ട അവനോട് നിന്റെ അമ്മയോട് ഇന്നലത്തെ കാര്യങ്ങൾ പറഞ്ഞ് വളരെ ഓക്വേർഡ് ആയ ഒരു രീതിക്ക് എന്നെ കൊണ്ട് വീണ്ടും നിർത്തല്ലേ എന്ന് പറയുമ്പോൾ അതിന് പകരമായി വേണേ ബോക്സിംഗ് പഠിപ്പിക്കാം, അത് നിനക്കും അമ്മയ്ക്കും ഒക്കെ സേഫ്റ്റിക്ക് ഉപകാരപ്പെടും എന്ന് പറയുന്ന ടീം ആ സേഫ്റ്റി ഞങ്ങൾക്ക് വേണ്ട. വഴക്കുണ്ടാക്കി കിട്ടുന്ന സേഫ്റ്റി ടെമ്പററി ആയിരിക്കും, പക്ഷെ ബുദ്ധിപരമായി സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന സേഫ്റ്റിയാണ് പെർമനന്റ്. ആ ബുദ്ധി എനിക്ക് ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ബുദ്ധി കിട്ടാനായിട്ടുള്ള ട്രെയിനിങ് എടുത്തോളാനായി പറഞ്ഞ് ചെങ്ങിന്റെ അടുത്തുനിന്ന് ആ പയ്യൻ പോകുമ്പോൾ ഇവൻ ആള് ഭയങ്കര വാലാണ്. ഇവന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ താൻ നന്നായി പാടുപെടുമെന്ന് ചെങ് ഓർക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ജിന്നുവും എയിമിങ്ങും കൂടി മുത്തശ്ശിയെ ചെന്ന് കാണുന്നുണ്ട്. മുത്തശ്ശിയുടെ കൂടെ കുറച്ച് ടൈം ചെലവഴിച്ച ശേഷം അവർ അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് പോകുമ്പോഴേക്കും അവിടെ വളരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച ഇവർ കാണുന്നുണ്ട്. ഏജൻസിയുടെ അയാളുടെ കൂടെ മായ ഒരു ഹോട്ടൽ റൂമിലേക്ക് പോകുന്ന കാഴ്ചയായിരുന്നു അവർ കാണുന്നത്. അവർക്ക് അപ്പോഴേ ഡൗട്ട് തോന്നി. അവർ പുറകെ പോകുന്നു. അപ്പോഴേക്കും മായയെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച അയാൾ കുറച്ച് എക്സ്പോസിംഗ് ആയിട്ടുള്ള വേഷമൊക്കെ ധരിപ്പിച്ച് ചില വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു. ഓൾറെഡി അവളാകട്ടെ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് കാശൊക്കെ എവിടുന്നോ കടം വാങ്ങി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ കാശ് പൂർണ്ണമായി ഇതിനു വേണ്ടി അവൾ മുടക്കിയത് കൊണ്ട് തന്നെ ഇയാൾ പറയുന്ന കണക്ക് ചെയ്യാതെ അവൾക്ക് വേറെ വഴിയില്ല. ഇതും കൊണ്ട് ചെയ്ത് അവളെ വേറെ ലെവലിൽ എത്തിക്കുന്നൊക്കെ പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ വേറെ വഴിയില്ലാതെ അവൾ അതിന് ഒരുങ്ങുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് എത്തുന്ന എയിമിങ്ങും ജിന്നു എവിടെയാണ് ഇവർ ഉള്ളത്, ഏത് റൂമിലാണെന്ന് കണ്ടുപിടിക്കാൻ പാടുപെടുന്നുണ്ട്. ആ സമയത്താണ് ഇയാളുടെ വിസിറ്റിംഗ് കാർഡ് കയ്യിലുള്ള കാര്യം ജിന്നു ഓർക്കുന്നത്. വേഗം തന്നെ അതിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് സാർ ഫുഡ് റെഡി ആയിട്ടുണ്ട്, റൂമിന്റെ ഡോർ തുറക്കുന്നു പറയുമ്പോൾ ഫുഡോ ഏത് ഫുഡ്, ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അയാൾ തർക്കിക്കുകയാണ്. അല്ലെന്ന് പറഞ്ഞ് വീണ്ടും അവൻ സംസാരിക്കുമ്പോൾ ഇയാൾ ഭയങ്കരമായി ഷൗട്ട് ചെയ്യുന്നു. ആ ശബ്ദം കേട്ട് ആ ഒരു റൂമിന്റെ അവിടേക്ക് എത്താനേ ഇവർക്ക് സാധിക്കുന്നു. തുടർന്ന് ജിന്നു ഇവരെ കൈകാര്യം ചെയ്യുമ്പോഴേക്കും എയിമിങ് മായുടെ അടുത്തേക്ക് ചെന്ന് അവൾക്ക് വസ്ത്രമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്തായാലും അവിടെ നിന്ന് അവളെ സേഫായി തിരിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതായത് എയിമിങ്ങിന്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ മായയെ കൊണ്ടുവന്നിരിക്കുന്നത്.
പേടിപ്പിക്കുന്നത്. മായോട് സാരമില്ല, അവരെടുത്ത വീഡിയോ ഒക്കെ ജിന്നു കൈകാര്യം ചെയ്തിട്ടുണ്ട്, അവനതൊക്കെ അപ്പോഴേ നശിപ്പിച്ചു, പിന്നെ അവരെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അവളെ കംഫോർട്ട് ചെയ്ത് എയ്മിങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ ടീം ജിന്നു അവിടെ തന്നെയുണ്ട്. ഞാൻ അവളോട് സംസാരിച്ച കാര്യങ്ങൾ ഒക്കെ ആക്കാന്ന് എയ്മിങ് അവനോട് പറഞ്ഞങ്ങനെ മായുമായിരുന്നു സംസാരിക്കുകയാണ്. മായ്ക്ക് ഈ ഗ്രാമത്തിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് സിറ്റി പോയി നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യണം, വലിയ സിംഗർ ആവണം എന്ന ആഗ്രഹങ്ങളുടെ പുറത്താണ് അവളിപ്പോ കണ്ണും പൂട്ടി വിശ്വസിച്ച് കാര്യങ്ങളിലൊക്കെ മുൻകൈ എടുത്ത് ചെയ്തതെന്ന് മനസ്സിലാക്കുന്ന എയ്മിങ് ഇവിടെ നിൽക്കുമ്പോൾ സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ഭയങ്കര അടിച്ചുപൊളിയാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ലെന്നേ. ഞാൻ എത്രയോ നാളെ സിറ്റി വർക്ക് ചെയ്തു, അവിടെ ഞാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എനിക്കും എന്റെ വർക്ക് പ്ലേസിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരാനും നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കണം. എപ്പോഴും ആരെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്താനും സഹായിക്കാനും ഉണ്ടായെന്ന് വരില്ല. എപ്പോഴും ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ നോക്കുന്നത് ഒരു പയ്യൻ തന്നെ ആവണമെന്നില്ല. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീ തന്നെ ശത്രു ആവാൻ സാധ്യതയുണ്ട്. എനിക്ക് തന്നെ എന്റെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നത് ഒരു സ്ത്രീ കാരണമാണെന്നൊക്കെ പറഞ്ഞ് വർക്ക് പ്ലേസിൽ അങ്ങനെ നേരിട്ട അനുഭവങ്ങളെ പറ്റി എല്ലാം പറയുമ്പോൾ അങ്ങനെ അതെല്ലാം ഇട്ട് കളഞ്ഞിട്ട് എങ്ങനെ വരാൻ പറ്റിയെന്നില്ല മായി തിരക്കുമ്പോൾ ഞാൻ അങ്ങനെ ചുമ്മാ എല്ലാം ഇട്ട് കളഞ്ഞിട്ട് വന്നതല്ല, കൊടുക്കേണ്ടത് കൊടുത്തിട്ട് തന്നെയാ വന്നതെന്നും കൂടി ഈ എമ്മിങ്ങും പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ നാട്ടിൽ ഇനി നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ നിന്നാല് ഞാൻ വരുത്തി വെച്ച കടം വീട്ടാൻ മാത്രം എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് സിറ്റിയിലേക്ക് പോയി എങ്ങനെയും രക്ഷപ്പെടണമെന്ന് തന്നെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തതെന്നല്ല അവൾ സങ്കടപ്പെട്ട് എയ്മിങ്ങിനോട് പറയുന്നത് മാറി നിന്ന് ജിന്നു കേൾക്കുന്നുണ്ടായിരുന്നു. അവനാകട്ടെ സിറ്റിയിലുള്ള അവന്റെ ഒരു ഫ്രണ്ടിനെ ഫോൺ ചെയ്യുന്നു. ഈ ഫ്രണ്ട് ആ ഒരു ടീം അതേ സിറ്റിയിലുള്ള എയ്മിങ്ങിന്റെ എക്സ് ബോസ് ആയ കായോട് സംസാരിച്ചിരിക്കായിരുന്നു. മാറി നിന്ന് അയാൾ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എടാ നീ എന്താ വിളിച്ചേ, അങ്ങനെ വിളിക്കുന്നതല്ലോ എന്നൊക്കെ ചോദിച്ച് കുശലം ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്കൊരു ഹെൽപ്പ് വേണം, എന്റെ സിസ്റ്ററിനെ അവിടുത്തെ മ്യൂസിക് സ്കൂളിൽ ഒരു ജോലി തരപ്പെടുത്തണം എന്നൊക്കെ പറയുമ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാന്ന് ഈ ഫ്രണ്ട് പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നീ എപ്പോഴാ തിരിച്ചു വരിക എന്നൊക്കെ തിരക്കുമ്പോൾ ഞാൻ വരുന്നില്ല, ഞാൻ ഇനി നാട്ടിൽ തന്നെ കൂടാൻ പോവാണെന്ന് ജിന്നു പറയുമ്പോൾ എന്താ നാട്ടിൽ ഗേൾ ഫ്രണ്ട് വല്ലതും സെറ്റ് ആയെന്നല്ല ഫ്രണ്ട് കളിയാക്കുമ്പോൾ ആയി എന്ന് പറയുന്നതല്ലാതെ ആരാ അതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാനേ ജിന്നു നിൽക്കുന്നില്ല. എന്തായാലും അങ്ങനെ ഇവർ സംസാരിക്കുന്നൊക്കെ തന്നെ കൈ ശ്രദ്ധിക്കുന്നത് നമുക്ക് കാണാം. കൈക്ക് ഈ ജിന്നു ആരാണെന്നോ അല്ലെങ്കിൽ എയ്മിങ് അവന്റെ കൂടെയാണ് ഉള്ളതെന്നോ അറിയാമോ എന്ന് അറിയില്ല. എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് അങ്ങനെ അടുത്ത ദിവസം തന്നെ മായി ചെങ്ങിന്റെ ബാറിൽ ജോലിക്ക് പോയ ആ ഒരു ടീം അവളെ കാണാനായി മുത്തശ്ശിയുടെ കൂടെ ജിന്നിയും എയ്മിങ്ങും പോകുന്നു. അവിടെ വെച്ച് മുത്തശ്ശി വഴി അവൾക്ക് ജോലി റെഡിയാക്കിയിരിക്കുന്ന കാര്യം അറിയിക്കുന്നുണ്ട്. അവൾ ആഗ്രഹിച്ച കണക്ക് തന്നെ സിറ്റിയിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിൽ. കൂടാതെ മുത്തശ്ശി ആ ഒരു ചേർത്ത് വെച്ചിരിക്കുന്ന കാശ് അവളുടെ ഫ്യൂച്ചറിന് വേണ്ടി ഏൽപ്പിക്കുകയാണെന്നും കൂടി പറയുമ്പോൾ അവൾ വളരെ ഇമോഷണൽ ആവുന്നുണ്ട്. എന്തായാലും അവിടെ ഇവർ ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യുന്നു. തിരിച്ചു പോകുന്ന ടീം മുത്തശ്ശിയും മായൊക്കെ ഒരുപാട് ഹാപ്പി ആയിരുന്നു, അതിന് നിന്നോട് എനിക്ക് നന്ദി പറയാനായിട്ടുള്ളതെന്ന് ജിന്നു എയ്മിങ്ങിനോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസമാട്ടെ എയ്മിങ് ജിന്നുവിനോട് രാവിലെ തന്നെ സംസാരിച്ച് നിൽക്കാണ്. ആ ഒരു ടീം അവനെ കൊണ്ട് അവളുടെ ചില ഫോട്ടോ ഒക്കെ എടുപ്പിക്കുന്നു. ഫോട്ടോ ഒന്നും എടുക്കാൻ നന്നായിട്ട് അറിയില്ല എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുന്ന അവൾ ഒരു നല്ല ബോയ് ഫ്രണ്ട് ആവാൻ ആദ്യം വേണ്ടത് ഫോട്ടോഗ്രാഫി സ്കില്ല, ഗേൾ ഫ്രണ്ടിന്റെ ഫോട്ടോ ഒക്കെ സൂപ്പർ ആയിട്ട് എടുത്തു കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഡോക്ടർ ഗവോയ്ക്ക് ആ സ്കില്ല് നന്നായിട്ടുണ്ടായിരുന്നോ എന്ന് അവൻ ചോദിക്കുമ്പോൾ പറയാൻ മറന്നുപോയി, ഒരു സംഭവം അതിൻ്റെ ഇടയിൽ ഉണ്ടായി എന്ന് പറഞ്ഞ് അവൾ പറയുന്നുണ്ട്. അതായത് അന്ന് ബാറിൽ വെച്ച് ജിന്നു എയ്മിങ്ങിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ട് പാടിയപ്പോൾ അവിടെ നിന്ന് എയ്മിങ് എഴുന്നേറ്റ് പോയിരുന്നല്ലോ. ആ ടീം അവിടെ ഉണ്ടായിരുന്ന ഗവോ അവളുടെ പുറകെ ചെന്ന് സംസാരിച്ചിരുന്നു. അവൾക്ക് ജിന്നുവിനാണ് ഇഷ്ടമെന്ന് മനസ്സിലായെന്നും എന്നാൽ തനിക്കൊരു ചാൻസ് ഉണ്ടോ എന്നൊക്കെ തിരക്കിയപ്പോൾ ഒരിക്കലും ഇല്ല, എന്റെ മനസ്സ് ഞാൻ അന്നേ എന്റെ കയ്യിൽ നിന്ന് മറ്റൊരാൾക്ക് നൽകിയെന്നല്ല അവൾ പറഞ്ഞിരുന്നു. അതിപ്പോ അവൾ പറയുമ്പോൾ അപ്പോൾ അന്നേ എനിക്ക് വേണ്ടി ഗവോയെ റിജക്ട് ചെയ്തു, എന്നിട്ട് എന്റെ അടുത്ത് ചാടം കാണിച്ച് നടക്കല്ലായിരുന്നു എന്നെല്ലാം അവൻ പറഞ്ഞ് അവളെ കിസ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് മായിയുടെയും ചെങ്ങിന്റെയും ഫാങ്ങിന്റെയും ഒക്കെ വരവ്. ആക്ച്വലി ഇവർ കമ്മിറ്റഡ് ആയി റിലേഷൻഷിപ്പിലാണ് എന്ന ഒരു കാര്യം ഫ്രണ്ട്സിനെ എല്ലാരെയും അറിയിക്കാനൊക്കെ ആയി അവൾ ഇവരെ വിളിച്ചു വരുത്തിയതായിരുന്നു. എന്തായാലും ജിന്നുവിന് അതൊരു സർപ്രൈസ് ആയിരുന്നു. അവൻ എയ്മിങ്ങിന്റെയും അവന്റെ മറ്റ് ഈ പ്രിയപ്പെട്ടവരുടെയും കൂടെ ഹാപ്പിയായി അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ശേഷം എന്ത് സംഭവിച്ചെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ബൈ.